വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ഓർണമെന്റ്സിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് പറഞ്ഞാൽ കൈച്ചെയിൻ്റെ ഐറ്റംസ് ആണ്. AD സ്റ്റോണിൽ വരുന്ന ഐറ്റം കേട്ടോ. അപ്പോൾ അതിന്റെ ഒരു ലുക്ക് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇത് പേളും ഉണ്ട് AD സ്റ്റോണിന്റെ മിക്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതുപോലാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത്. ഇത് ശരിക്കും ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. ഞാൻ കയ്യിൽ ഇട്ട് കാണിക്കാം. ഇത് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇതിങ്ങനെ അളവനുസരിച്ച് കയറ്റിയിടുവോ, ഏത് കൈ വണ്ണം ഉള്ളവർക്കാണെങ്കിലും പറ്റുന്ന സൈസ് ഐറ്റം ആണ്. ഇത് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇട്ട് കാണിക്കാം കേട്ടോ. ഇടുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനത്തെ മോഡലിലേക്ക് ഭംഗി നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടണില്ല, സത്യം പറഞ്ഞാൽ. അത്രയും രസമാണ് നേരിട്ട് കാണാനായിട്ട്. ഇത് സെൻറ്ററിൽ മാത്രം പേൾ കൊടുത്തിട്ടുണ്ട്, ബാക്കി മൊത്തത്തിൽ സ്റ്റോൺസ് AD സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ. അപ്പോൾ ബാക്ക് സൈഡിൽ ഞാൻ പറഞ്ഞ പോലെ ആ എക്സസ് ആയിട്ടുള്ള നിൽക്കുന്നത് അതിങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാട്ടോ. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഏത് അളവിൽ വേണം ഇടാനും പറ്റും. ഗോൾഡിലും സെയിം രീതി തന്നെ ഇപ്പോൾ വരുന്നത്. ഇതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. കുറേ ഡിസൈൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ആ നമ്പറോടെ കിട്ടുന്ന രീതിക്ക് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ നമ്പർ S673. റേറ്റ് എല്ലാത്തിനും സെയിം തന്നെയാണ് കേട്ടോ. 580 5X. നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഇത് ഫുൾ AD സ്റ്റോൺ തന്നെയാണ് കേട്ടോ. ഒരു ഫ്ലവർ പാറ്റേണിലുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ്. സ്റ്റോൺസ് ഇങ്ങനെ നല്ല തിളക്കം കേട്ടോ. AD സ്റ്റോണിന് ഇത്രയും തിളക്കം വരുള്ളൂ. നോർമൽ സ്റ്റോണുകൾക്ക് ഈ ഒരു തിളക്കം കിട്ടത്തില്ല. പിന്നെ അത് അങ്ങനെ മങ്ങത്തില്ല. AD സ്റ്റോണിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ ഒരു തിളക്കം എപ്പോഴും നിൽക്കും. ഈ ഒരു മെറ്റീരിയലിന്റെ ഇതിന്റെ കളർ പോയാൽ പോലും ഈ ഒരു സ്റ്റോണിന്റെ തിളക്കം അങ്ങനെ പോകത്തില്ല. പിന്നെ ഡെയിലി യൂസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ അങ്ങനെ ഒത്തിരി നാൾ തന്നെ നിൽക്കും കേട്ടോ. ഇതൊക്കെ ശരിക്കും ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അതിന്റെ ഒരു എടുപ്പ് അത്രയുണ്ട്. നമുക്ക് എപ്പോഴും ഇട്ട് അതിന്റെ ഒരു ഭംഗി കളയണ്ട. സ്ഥിരമായിട്ട് അങ്ങനെ ഇട്ടാലും ഒത്തിരി നാൾ തന്നെ നിൽക്കത്തില്ല. അതിന്റെ റേറ്റ് വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. മെയിൻ ആയിട്ട് ആ ഒരു സ്റ്റോണിന്റെ വില വരും. പിന്നെ ബാക്കി ചെറിയൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. ശരിക്കും നമ്മുടെ നോർമൽ ഗോൾഡിന്റെ സെയിം കളർ. സാറിന് ഗോൾഡ് ഓറഞ്ച് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ മഞ്ഞപ്പ് കൂടുതൽ കാണിക്കത്തില്ല. ഇത് അങ്ങനെയല്ല കേട്ടോ. ശരിക്കും ഗോൾഡിന്റെ പക്ക ഫിനിഷിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് S674. റേറ്റ് സെയിം തന്നെ 5X. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡൂടെ ചേർന്നിട്ട്. അപ്പോൾ ഇതും സാധാരണ സിൽവറിലും ഗോൾഡിലും ഒക്കെ വരുന്ന സെയിം കളർ തന്നെയാണ്. ഇപ്പൊ കാണിച്ച സെയിം ഡിസൈൻ തന്നെ കളർ ചേഞ്ചിൽ വരുന്ന കേട്ടോ. ഇതും നേരിട്ട് കാണാൻ അടിപൊളി. ഈ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട്. അപ്പൊ ഇത് നമുക്ക് ആ ഒരു ബ്ലാക്ക് മെറ്റൽ ഒക്കെ വരത്തില്ലേ, ആ ഒരു ലുക്ക് ആട്ടോ. പ്രത്യേകിച്ച് AD സ്റ്റോണോട് ആയതുകൊണ്ട് ഒരു ഭയങ്കര എടുപ്പം ഇത് കാണാൻ. നമുക്ക് ഇട്ട് കാണുവാണെങ്കിൽ എല്ലാവർക്കും ചേരുന്ന കേട്ടോ. ഗോൾഡ് പോലെ തന്നെ ഈ ഒരു ഷെയ്ഡും മിക്കവർക്കും തന്നെ ചേരും. ഇത് നമുക്ക് അത്യാവശ്യം എപ്പോഴും ഒക്കെ ഇട്ടാലും വലിയ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു എടുപ്പ് അതിന്റെ ഒരു പ്രീഷ്യസ് ലുക്ക് തോന്നിക്കുമ്പോഴത്തേ നമുക്ക് അങ്ങനെ സ്ഥിരമായിട്ട് ഇടാൻ തോന്നില്ല. നമുക്ക് ആ ഒരു ഫംഗ്ഷനൊക്കെ ഇടുമ്പോഴാണ് അത് ശരിക്കും അതിന്റെ ഒരു എടുപ്പ് കിട്ടുള്ളൂ. സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു രസമില്ലോ. അതിങ്ങനെ മാറി മാറിയൊക്കെ ഇടാനായിരിക്കും കേട്ടോ വെച്ചിട്ട് നല്ലത്. അപ്പൊ ഏത് ഐറ്റം ആണെങ്കിലും എടുത്ത് വെക്കുമ്പോൾ ഒന്ന് ഒരു ടൗലും ഇല്ല അങ്ങ് എടുത്ത് വെച്ചാൽ മതി. അപ്പൊ ഒത്തിരി നാൾ തന്നെ ഇടാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മാറി മാറി ഒരുപാട് ഐറ്റംസ് നമുക്ക് ഈ ഒരു മോഡലിൽ എടുത്ത് വെച്ചാൽ മതി. അപ്പൊ ഇതിന്റെ ഈ റേറ്റ് വെച്ചിട്ട് കണക്ക് കൂട്ടിയാൽ മതി. ആ ഒരു പ്രൈസ് അത്രയല്ലേ വരുന്നുള്ളൂ. ഗോൾഡിൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര തുകയാവില്ലേ. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും എല്ലാ ഡ്രസ്സിന്റെയും കൂടെ ഇങ്ങനെ ഓരോ ഡിസൈനായിട്ട് മാറി മാറി നമുക്ക് ഇടാൻ പറ്റും. അതിപ്പോ മാലയാണെങ്കിലും ഇതാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് S675. റേറ്റ് 580 5X. നെക്സ്റ്റ് വരുന്നത് ഒറ്റപ്പേളിൽ വരുന്ന ഐറ്റം കേട്ടോ. മുമ്പത്തെ കാണിച്ച പോലെ തന്നെ ചെറിയൊരു പാറ്റേൺ ഡിഫറൻസ് എന്ന് പറയാം. പേള് സെന്ററിൽ വന്നിട്ട് ചുറ്റിനും അത് സ്റ്റോൺ അല്ല, ഒരു ഫ്ലവറിന്റെ ഡിസൈൻ, ഒരു ഗോൾഡൻ ഷെയ്ഡിൽ ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സൈഡിലോട്ട് AD സ്റ്റോൺ തന്നെയാണ്. സെയിം തന്നെ ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ കയറ്റിയിട്ടാൽ മതി കേട്ടോ. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ കയറ്റിയിട്ടാൽ മതി. ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാറ്റേണുകളാണ് എല്ലാം. ഗോൾഡിൽ വരുന്ന മിക്കവർക്കും എല്ലാം എനിക്ക് തോന്നുന്നു ഇത്രയും നൈസായിട്ട് കുഞ്ഞായിട്ടുള്ള ഡിസൈൻസ് ആണ് കൂടുതൽ താല്പര്യം. ഭയങ്കര ഹെവി ആയിട്ട് ഇടുന്നവർ ഇഷ്ടമുള്ളവരുണ്ട്. പക്ഷെ കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഇങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഗോൾഡ് വരുന്ന പോലെ തന്നെ അതിലും ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ഇതിൽ വരാറേ. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ചെയിൻ വരും. നമ്മുടെ കൈയുടെ വണ്ണം അനുസരിച്ച് ഈ ഒരു ചെയിൻ്റെ ലെങ്ത് കൂടുതൽ വരും കേട്ടോ. കുറച്ച് ലൂസാക്കി ഇടുക. ഈ ഒരു മോഡലൊക്കെ കുറച്ച് ലൂസായി കിടക്കുന്നത് കാണാൻ ഭംഗി. അപ്പൊ ഇതിന്റെ നമ്പർ S671. റേറ്റ് 5X. നമുക്ക് അടുത്തത് മുമ്പ് ഞാൻ കാണിച്ചില്ലേ, ഗോൾഡിന്റെ തന്നെ ആ ഒരു ബ്ലാക്ക് ഗോൾഡിന്റെ ഡിസൈൻ ആണ് വരുന്നത്. സെയിം തന്നെ ഫ്ലവർ ഡിസൈൻ തന്നെ, കളർ മാത്രം വ്യത്യാസം ഇതാട്ടോ. ഇത് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഉപയോഗിക്കാം. നമുക്കങ്ങനെ കളറിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും എന്തായാലും വരത്തില്ല. കാണാനും അത്രയും ഭംഗിയാട്ടോ. ഈ പേളിന്റെ ചുറ്റിനും കുഞ്ഞായിട്ടുള്ള AD സ്റ്റോണും ഉണ്ട്. അത് നിങ്ങൾക്ക് ആ ഒരു അടുത്തുണ്ടെങ്കിൽ അതിന്റെ ശരിക്കുള്ള ഭംഗി മനസ്സിലാവുള്ളൂ. എന്നെ രസമെന്ന് പറയുന്നത് കാണാനായിട്ട്. ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട്. നമ്പർ ശ്രദ്ധിച്ചോണം കേട്ടോ. സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നമ്പർ ഉണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക.
നമ്പർ S672, റേറ്റ് 580 580. ലാസ്റ്റ് വൺ വരുന്നത് ഇതും ഭയങ്കര വെറൈറ്റി ലുക്ക് കേട്ടോ. ഫ്ലവറിന്റെ പാറ്റേൺ ഒന്നും അല്ല, പക്ഷേ AD സ്റ്റോൺ തന്നെ. ഈ ഒരു വൈറ്റ് പോർഷൻ കണ്ടോ, ഇമ്പോർട്ടഡ് സ്റ്റഡ് ഞാൻ കാണിച്ചില്ലായിരുന്നു, ആ ടൈപ്പിൽ വരുന്ന സൈസ് തന്നെ ആ ഒരു വൈറ്റ് പോർഷൻ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഒരു മാർബിൾ ലുക്ക് ഒക്കെ ആട്ടോ ആ ഒരു പോർഷൻ വരുന്നത്. അപ്പം അത് ഈ ഒരു മെറ്റീരിയലിന് റേറ്റ് കൂടുതല. ഗോൾഡിലും അങ്ങനെ തന്നെ ഈ ഒരു മോഡൽ വരുന്നതിന് ഇച്ചിരി പണിക്കൂലിയും നോർമലി വരാറുണ്ട്. നമ്മുടെ സിംഗപ്പൂർ ഗോൾഡിലൊക്കെ വരാറുള്ള സൈസ് ഡിസൈനാണ്. ഭയങ്കര രസം കേട്ടോ, ഇങ്ങനെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറയാം. ഇങ്ങനെ കുഞ്ഞായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. ഇതുപോലെ വൈറ്റ് പോർഷൻ ഫ്രണ്ടിൽ വരും. സെക്കൻഡ് വണ്ണിൽ ഫുള്ളായിട്ട് സ്റ്റോൺസ് ആണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഒറ്റ സ്റ്റോൺസ് ആണ് താഴത്തോട്ട് വരുന്നത്. ഇതല്ലേ അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഗോൾഡിന്റെ ആ ഒരു ഗോൾഡിനേക്കാളും ഭംഗിയാട്ടോ ഇതൊക്കെ. നമുക്ക് ഇട്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ കൈയുടെ ഒരു ഭംഗിയൊക്കെ കൂടും. എപ്പോഴും നമുക്ക് ആ ഒരു മാറി മാറിയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റംസ്. ഇതൊക്കെ എപ്പോഴും എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു ഡ്രസ്സൊന്നും നോക്കണ്ട, സാരി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ എല്ലാത്തിനും കൂടെ മാച്ച് ചെയ്യുന്ന ആ ഒരു ഐറ്റംസ് ആട്ടോ ഇതൊക്കെ. എനിക്കൊന്ന് കഴിച്ചീന് ഇടാൻ ഇഷ്ടമില്ലാത്തവർ കാണത്തില്ല, എല്ലാവരും തന്നെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് S670, റേറ്റ് 580. ഇന്ന് കാണിച്ചതിന് എല്ലാം 580 കേട്ടോ. 580 ആണ്.